യേശുവിൻ്റെ അന്ത്യപ്രബോധനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ 4 സുവിശേഷങ്ങളിലൂടെ കണ്ടുപോകുന്ന സമയത്ത് ചില സുവിശേഷങ്ങളിൽ എഴുതിയത് മറ്റൊന്നിൽ കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആഴത്തിൽ പോകുന്ന സമയത്ത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോ എഴുതിയ സുവിശേഷത്തിലും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു വരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യേശു നൽകിയ അന്തിമമായ ഉപദേശങ്ങൾ നമുക്ക് എല്ലാ സുവിശേഷങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ദ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ യേശുവിൻ്റെ ഏറ്റവും ശക്തമായ പ്രബോധനങ്ങൾ എന്ന് നമ്മൾ സുവിശേഷങ്ങളിലൂടെ കാണുന്നത് ഇന്ന് നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എല്ലാ വർഷവും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ ഒന്നും കൂടെ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായത്തിൽ യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം അവസാനമായി ഒരു ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള തിരുവാക്യങ്ങൾ നമ്മളിത് കാണുന്നത്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യേശുവിനെ അനുഗമിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ, യേശുവിൻ്റെ അപ്പസ്തോലരായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും നൽകിയ അവസാനത്തെ പൊതുവായ ഒരു ഉപദേശമാണ് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. യേശു നൽകിയ അന്തിമ ഉപദേശം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തണമെന്നാണ് അന്തിമമായ യേശുവിൻ്റെ കൽപ്പന. നമ്മൾ എത്ര പേരെ വ്യക്തിപരമായി യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു? നമുക്കങ്ങനെ ആരെയും യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ആത്മീയ മേഖലയിൽ നമ്മൾ വലിയൊരു പരാജയമായി മാറുന്നു. കാരണം ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗങ്ങളായി മാറി സുവിശേഷം കേട്ടു, അല്ലെങ്കിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സുവിശേഷം പഠിച്ചു, അല്ലെങ്കിൽ വേദപാഠം പഠിച്ചു, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ ലഭിച്ചു. ആ ലഭിച്ചു കഴിഞ്ഞ ആളുകൾക്ക് യേശു നൽകുന്ന കൽപ്പനയാണ് നിങ്ങൾ പോയി, ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. അപ്പോൾ നമ്മൾ ആരെയും ശിക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന 10 കൽപ്പനകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഈ 10 കൽപ്പനകൾ പഴയ നിയമത്തിൽ മോശയിലൂടെ ദൈവജനത്തിന് നൽകിയതാണ്. എന്നാൽ പുതിയ നിയമസഭയിൽ കടന്നു വരുന്ന സമയത്ത് പഴയതിലെ ന്യൂനതകൾ പരിഹരിക്കുകയും യേശു അതിൻ്റെ സമഗ്രമായ അർത്ഥത്തിലേക്ക് സുവിശേഷം വ്യാഖ്യാനിക്കുകയും ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരികയും ചെയ്തു കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു പുതിയ നിയമസഭയിലെ അംഗങ്ങളായി മാറുന്ന സമയത്ത് ഈ പഴയ നിയമത്തിലെ 10 കൽപ്പനകളോടൊപ്പം തന്നെ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് യേശു നൽകിയ പ്രബോധനങ്ങൾ അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അത് അനുസരിക്കുന്നില്ലെങ്കിൽ അത് അതിനാൽ തന്നെ പാപമായി മാറുന്നു. അതുകൊണ്ട് തന്നെ കുമ്പസാരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നുണ പറഞ്ഞിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, ആ കൽപ്പന ലംഘിച്ചു, ഈ കൽപ്പന ലംഘിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അടുത്ത പ്രാവശ്യം കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ആത്മപരിശോധന നടത്തി പറയേണ്ട കാര്യമാണ്, ഞാൻ ആരോടെങ്കിലും ഇതുവരെ സുവിശേഷം പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വലിയ പാപമാണ്. ഞാൻ ആരെയെങ്കിലും മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പാപമാണ്. ഞാൻ സ്വയം മാനസാന്തരപ്പെടുകയും സ്വയം യേശുവിൻ്റെ ശിഷ്യത്തിലേക്ക് കടന്നു വരുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ കേട്ട, ഞാൻ അറിഞ്ഞ, ഞാൻ പഠിച്ച, ഞാൻ വായിച്ചറിഞ്ഞ സുവിശേഷം മറ്റാരിലേക്കും പകരുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിനാൽ തന്നെ വലിയ പാപിയായി മാറുന്നു. പ്രൈസ് ദ ലോർഡ്. കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പോയി, അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ,
നിങ്ങളുടെ അടുത്ത ഇടത്തെ പോലത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. തുറന്ന് പറയാണ്, 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഒന്നാമത് പറഞ്ഞു എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തണം. രണ്ടാമത് പറഞ്ഞു എന്തെന്നാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ശിഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തികൾ ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ഉപദേശം. മൂന്നാമത് പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ചേർന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളോട്, എല്ലാവരും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും യേശു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അനുസരിക്കുവാനായിട്ട് പഠിപ്പിക്കും. നാലാമത് യേശു പറയാണ്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം വരെ ആര് കൂടെ ഉണ്ടായിരിക്കും? യേശു കൂടെ ഉണ്ടായിരിക്കും. ചേർന്ന് പറഞ്ഞേ, യുഗാന്തം വരെ, എല്ലാവരും, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ പറഞ്ഞേ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ കുറേ കൂടെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. യേശു പറയുന്നു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് യേശുവിൻ്റെ വാഗ്ദാനമാണ്. പക്ഷേ യേശു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു അനുഭവം നമുക്ക് തോന്നും. ആത്മീയമായ വരൾച്ച നമുക്ക് അനുഭവപ്പെടുന്നു. ആ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഇതിന് മുൻപ് പറഞ്ഞ 3 കാര്യങ്ങൾ. 1, എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. 2, ശിഷ്യപ്പെടുത്തിയ ആളുകൾക്ക് ജ്ഞാനസ്നാനം നൽകുക. 3, യേശു പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നൽകിയ വാഗ്ദാനമാണ്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് 3 ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യേശു ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ അനുമാനത്തിലെത്തേണ്ടത്? യേശു നിങ്ങളുടെ കൂടെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും എളുപ്പത്തിൽ പോയി എന്താണ് ചെയ്യുന്ന കാര്യം? എന്താണ് ആദ്യം പറഞ്ഞ കാര്യം? എന്താണ്? നിങ്ങൾ പോയി, ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അങ്ങനെ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? യേശു നിങ്ങളുടെ മരണം വരെയോ അല്ലെങ്കിൽ ലോകാവസാനം വരെയോ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും ഇതിനോടനുസരിച്ചുള്ള പ്രബോധനങ്ങൾ തന്നെയാണ് നമ്മളവിടെ കാണുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള തിരുവാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ. അടുത്ത വാക്യത്തിൽ പറയാണ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇതാണ്
മാർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് യേശു നൽകിയ പ്രബോധനങ്ങളെ മാർക്കോസ് തൻ്റെ ഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 15-ാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാക്യം. നമുക്കത് ഒന്നും കൂടെ ഏറ്റു പറയാം. നിങ്ങൾ, വളരെയേറെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മൾ ഈ സുവിശേഷം ആരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോയെന്ന്. ഇന്ന് വരെ ഈ സുവിശേഷം നമുക്ക് മനസ്സിലായത്, നമുക്ക് അറിയുന്നത്, നമുക്ക് ലഭിച്ച സാഹചര്യങ്ങൾ, അനുകൂല സാഹചര്യങ്ങളിൽ പോലും അത് ഇന്ന് വരെ പങ്കുവച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താം. ഈ തീരുമാനം, ഈ സുവിശേഷം പങ്കുവയ്ക്കുവാൻ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന തിരുവചനങ്ങൾ, എനിക്ക് മനസ്സിലായ തിരുവചനങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളിലെങ്കിലും, സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും സുവിശേഷം പങ്കുവയ്ക്കണമെന്നാണ് സുവിശേഷം നൽകുന്ന ഉപദേശം. ഇനി പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ സുവിശേഷം പങ്കുവയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അനുകൂല സാഹചര്യങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്പോഴെങ്കിലും ഈ സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ഒരു കൃപ, അല്ലെങ്കിൽ അതിനുള്ളൊരു മനഃശക്തി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം, സ്ഥിരത നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും ഈ യേശുവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീണ്ടും ഇതേ ചിന്തകൾ തന്നെയാണ് കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 44 മുതലുള്ള വാക്യങ്ങളിൽ ഇതേ ചിന്ത തന്നെയാണ് നമ്മളവിടെ വായിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമുക്ക് പലപ്പോഴും സുവിശേഷം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ വായിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാമാന്യമായ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും സാധിക്കുന്നില്ല. ചില പ്രത്യേക സുവിശേഷ ഭാഗങ്ങൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയ കാര്യങ്ങൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ യേശു ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. 45-ാമത്തെ വാക്യം. ഈ വാക്യം നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ ലിഖിതങ്ങൾ, എല്ലാവരും പറഞ്ഞേ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു നമ്മുടെ മനസ്സുകളെ തുറക്കുകയും നമ്മുടെ ബുദ്ധിയെ തുറക്കുകയും നമ്മുടെ ചിന്തയുടെ തുറക്കുകയും അതിൻ്റെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ വിശുദ്ധ ലിഖിതങ്ങൾ അല്ലെങ്കിൽ തിരുവചനങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ തിരുവചനം നമ്മൾ കേൾക്കുന്നു, എന്നാൽ നമുക്ക് അതിൻ്റെ ഈ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. 46-ാമത്തെ വാക്യം നമ്മളിങ്ങനെ, അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാണ് ഈ നമ്മൾ നേരത്തെ കേട്ട മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും കേട്ട കാര്യങ്ങളുടെ മറ്റൊരു വേർഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. യേശു പറയുന്നു, പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപമോചനം അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള അനുതാപം യേശുവിൻ്റെ നാമത്തിൽ ലോകം മുഴുവൻ അത് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ശിഷ്യന്മാരോട് പറയാണ്, എന്താണ്? നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഉറക്കെ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഒരിക്കലും കൂടെ പറഞ്ഞേ, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്തിൻ്റെ സാക്ഷികളാണ്? എന്തിൻ്റെ സാക്ഷികളാണെന്നെ കുറിച്ചാണ് പറഞ്ഞത്. തൊട്ട് മുമ്പ് പറഞ്ഞ വചനം എന്താണ്? ചേർന്ന് പറഞ്ഞേ, പാപമോചനത്തിനുള്ള, എല്ലാവരും പറഞ്ഞേ,
പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണം ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലെ എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ എല്ലാവരും എന്താണ്? സാക്ഷികളാണ്. ഇന്ന് ഇവിടെ ഇരുന്ന് ഈ തിരുവചനം കേൾക്കുന്ന സമയത്ത്, ഞാനിവിടെ നിന്ന് ഇത് പ്രഘോഷിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്തായി മാറുന്നു? ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. അടുത്തിരി ഞങ്ങളുടെ കണ്ണിൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ, കൈ പിടിച്ച് കണ്ണിൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. ഇടത് മേലിരിക്കുന്ന ആളുകളോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. എന്താണ്? നിങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. ഈ കേട്ട കാര്യങ്ങളെല്ലാം ഒന്ന് നല്ലപോലെ ആഴത്തിൽ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ആവർത്തിച്ച് നിങ്ങളെ കൊണ്ടത് പറയുന്നത്. ഇനി 4-ാമത്തെ സുവിശേഷമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 20-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുന്ന സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് വീണ്ടും ചില പ്രബോധനങ്ങൾ കൊടുക്കുകയാണ്. 20-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ചേർന്ന് പറഞ്ഞേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ചേർന്ന് പറഞ്ഞേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്തിനു വേണ്ടി അയക്കുന്നത്? സുവിശേഷം പങ്കുവയ്ക്കുവാൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, പിതാവ്, വലതുകര ഉയർത്തി പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്താ പറഞ്ഞേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ എന്തിനെ സ്വീകരിക്കണം? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇടതും വലത്തിരിക്കുന്ന ആളുകളോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനുള്ള ധീരത നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സുവിശേഷം പങ്കുവയ്ക്കാൻ കിട്ടുന്നൊരവസരം ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു നാണം, എന്നെ മറ്റുള്ളവർ നാണം കെടുത്തുമോ, എന്നെ വിമർശിക്കുമോ, എന്നെ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെ ഭയന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് മടി വരുന്നു, അല്ലെങ്കിൽ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് മടി വരുന്നു. അപ്പോൾ ആ സുവിശേഷം പങ്കുവയ്ക്കാനൊക്കെ മടിയുള്ള ആളുകൾക്ക് ഈ ഭയം മാറി സ്ഥിരത വരുവാനും ധീരത ലഭിക്കുവാനും എന്ത് വേണം? നിങ്ങൾ, ബാക്കി പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. വലതുകര ഉയർത്തി പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഒരിക്കൽ കൂടി പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് 1-ാമത്തെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവാക്യമാണ്. നമുക്കെല്ലാവർക്കും ചേർന്നെന്ന് പറയാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ
എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പലപ്പോഴും പല ആളുകളും പ്രത്യേകിച്ച് ഗാഗുൽത്ത ഫ്രൈഡേയുടെ അന്ന് പാസ്പോർട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ പാസ്പോർട്ട് കൊണ്ടുവരിക ഏതെങ്കിലും വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് വരുന്നത്. ഈ കടന്നു വരുന്ന കുട്ടികളോട് മുഴുവൻ പൊതുവായിട്ട് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ കടന്നു ചെല്ലുന്ന സമയത്ത്, നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു ആത്മീയ പശ്ചാത്തലമില്ലാത്ത സ്ഥലത്താണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞായറാഴ്ച പോലും കുർബാന കാണാൻ പറ്റാത്തൊരു രാജ്യം, വൈദികരില്ലാത്ത രാജ്യം, ആത്മീയ ശുശ്രൂഷകരില്ലാത്ത രാജ്യം, ഈ രാജ്യത്താണ് കടന്നു പോകണമെങ്കിൽ നിങ്ങളവിടെ പോകുവാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പണി അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ളൂ. എന്താണ് അവിടെ ചെയ്യാനുള്ളത്? നിങ്ങൾ ആ രാജ്യത്തെ ഭാഷ പഠിക്കുകയും ആ രാജ്യത്തുള്ള ആളുകളെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യണം? അവരോട് സുവിശേഷം പങ്കുവയ്ക്കുകയും അവരുടെ മുൻപിൽ ജീവിക്കുന്ന ദൈവത്തിന്, യേശുവിന് സാക്ഷിയായി മാറുകയും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചു. അല്ലെങ്കിൽ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് അവസാനമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം, അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു. അല്ലെങ്കിൽ 120ഓളം ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 10 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. 10-ാമത്തെ ദിവസം സംഭവിച്ചത് നമ്മളിവിടെ വായിക്കുന്ന 2-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവാക്യം. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്ന് ഉണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ സമയത്ത് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാനും അവർ സംസാരിക്കുന്നത് വിവിധ ഭാഷകളിൽ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാനും ഇടയായി. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ജെറുസലേം ദേവാലയത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. പത്രോസിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യഗണങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷമേ കടന്നു വരുന്നു. ആ കടന്നു വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പത്രോസിന് അറിയുന്നത് ഹീബ്രു ഭാഷയുടെ ഒരു ലോക്കൽ ഡയലക്റ്റായ അറമായ എന്ന ഭാഷ മാത്രമാണ് അറിയുന്നത്. അങ്ങനെ ഈ അറമായ ഭാഷയിൽ പത്രോസ് പ്രസംഗിക്കുന്നു. ഈ 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ ഇത് കേൾക്കുവാനായിട്ട് കടന്നു വരുന്നു. ആ കേൾക്കുവാൻ കടന്നു വരുന്ന സമയത്ത് അവിടെ കടന്നു വന്ന ആളുകൾക്ക് അറമായ ഭാഷ അറിയുന്ന ആളുകളല്ലായിരുന്നു. എങ്കിൽ പോലും അവർക്ക് താന്താങ്ങളുടെ ഭാഷകളിൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1997, അതായത് ഏകദേശം 27 വർഷം മുൻപ്, അന്ന് കാൽവരി ആശ്രമത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ബെന്നിച്ചൻ അന്ന് പട്ടമൊക്കെ കിട്ടി വന്ന് 1 വർഷമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ധ്യാനം തുടങ്ങിയ സമയത്ത് അന്ന് ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഒരവസരം ലഭിച്ചു. ആ ധ്യാനത്തിന് ശേഷം പിന്നീട് സുവിശേഷം ആഴത്തിൽ വായിക്കുവാനും സുവിശേഷം പഠിക്കുവാനും പിന്നീട് സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാം ദൈവം എനിക്ക് കൃപ നൽകി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ഛന് കൊടുത്ത പ്രത്യേകമായ ചില കൃപകളാൽ അച്ഛൻ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പകർച്ച സംഭവിക്കുകയും ആ അഭിഷേക പകർച്ചയ്ക്ക് ശേഷം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയുണ്ട്.
അച്ഛൻ 2000 അമേരിക്കയിലേക്ക് പോയി. ഞങ്ങൾ കാൽവരി ആശ്രമത്തിൽ അവിടെ പ്രേക്ഷിതരായിട്ടൊക്കെ ഞാനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ധ്യാന ടീമിൻ്റെ ഭാഗമായി മാറി ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ തിരക്കിലൊക്കെ പെട്ട് വേളാങ്കണ്ണിയിലേക്ക് പ്രവർത്തന മേഖലകൾ മാറ്റി. മാറ്റിയ സമയത്ത് പല സ്ഥലത്തും മറ്റ് ഭാഷക്കാരോടൊക്കെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോകാൻ എനിക്ക് അവസരം ലഭിച്ചു. 2 സംഗതികൾ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ സേലം എന്ന സ്ഥലത്ത് പ്രസംഗിക്കുവാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിലാണ് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പ്രസംഗിക്കാൻ വിളിക്കുന്നു, വരാമെന്ന് പറയുന്നു, സമയമൊക്കെ പറയുന്നു, ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, എല്ലാം കഴിയുന്നു. പോകുന്നതിൻ്റെ തലേദിവസം പറയാണ് ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കേണ്ടത്, മലയാളത്തിലല്ല പ്രസംഗിക്കേണ്ടത്. അപ്പോൾ മലയാളത്തിൽ പ്രസംഗം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇംഗ്ലീഷിൽ പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷേ പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാം, എന്നാലും ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ തലേദിവസം തൃശ്ശൂരിലെ DBCLCയിൽ പോയിട്ട് ഒരു ഇംഗ്ലീഷ് ബൈബിൾ മേടിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയിരിക്കുന്നത്. ട്രെയിനിലിരുന്ന് തിരിച്ചും മറിച്ചിരുന്ന് ഈ വാക്കുകളായിട്ട് പരിചയപ്പെടണമല്ലോ, ഒക്കെ വായിക്കുന്നു. അങ്ങനെ സേലത്തെത്തുന്നു. അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ അവിടെ ഇൻഫൻറ്റ് ജീസസ് കത്തീഡ്രൽ പള്ളിയുണ്ട്, ബിഷപ്പൊക്കെ ഇരിക്കുന്ന പള്ളി, ആ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ യോഗം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുഖ്യ സംഘാടകരായിരുന്ന ആളുകളോട് കൃത്യമായിട്ട് പറയുന്നു, എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ വായിച്ചാലൊക്കെ മനസ്സിലാക്കാം, നിങ്ങൾ പറയുന്നത് മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. പക്ഷേ മലയാളത്തിലാണെന്ന് വെച്ചിട്ടാണ് ഞാനിത് വരാമെന്ന് പറഞ്ഞത്. പിന്നീടാണ് ഇത് അവസാന നിമിഷത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഇത് ഇങ്ങനെയാണ്, എനിക്കിത് പറയാൻ കഴിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തുടങ്ങുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ മലയാളത്തിൽ നിന്ന് അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ ഇല്ലാതെ തന്നെ അവർക്ക് മനസ്സിലാവും. കുറച്ച് ഡോക്ടേഴ്സും നേഴ്സസും പ്രൊഫഷണൽ ആയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. അവരുടെ പ്രെയർ മീറ്റിങ്ങുകളൊക്കെ ഇംഗ്ലീഷിൽ നടത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് പേടിയായി. എങ്കിലും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ച് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമില്ല എന്നാണുള്ള സുവിശേഷം പറയുന്നത്. അതുകൊണ്ട് അവിടെ കടന്നു ചെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കൂടുതൽ പറയാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രസംഗം തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 6 മണിക്ക് പ്രസംഗം ആരംഭിച്ചു. 10 മിനിറ്റ് പോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രസംഗം 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിന്നത്. അല്ലെങ്കിൽ 6 മണിക്ക് തുടങ്ങിയത് 7:45 അവസാനിച്ചത്. സന്തോഷമാണ്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം കൂടെ ഉണ്ടായി. ഞാൻ മംഗലാപുരത്ത് നിന്ന് അങ്ങോട്ട് പോയിട്ട് മുൾക്കി എന്നൊരു സ്ഥലത്ത് ഒരു സുവിശേഷ യോഗത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൽ പോയി. ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു അച്ഛനെ കാണാൻ വേണ്ടിയാണ്, മലയാളിയായ ഒരു അച്ഛനെ കാണാൻ വേണ്ടിയാണ് അവിടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു ഇവിടെ താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊങ്കണി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ കൊങ്കണിയിലാണ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊങ്കണി ഭാഷ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഈ കൊങ്കണി ഭാഷയിൽ ഇത് പ്രസംഗമൊക്കെ പറയുന്നതൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഈ മലയാളി അച്ഛൻ്റെ കൂടെയാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടറച്ചും പറഞ്ഞു, എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാനിവിടെ കേരളത്തിൽ സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഇവർക്കൊരു സെഷൻ ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആളുകളോട്. അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇംഗ്ലീഷ് ടു കൊങ്കണി ട്രാൻസ്ലേഷൻ. അപ്പോഴേക്കും ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം പ്രാവീണ്യമൊക്കെ ലഭിച്ചു. ഇംഗ്ലീഷ് ടു കൊങ്കണി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അച്ഛൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗ് തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസ് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് മുടന്തനായ മനുഷ്യൻ തെരുവിലിരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുകയും ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ള യേശുവിൻ്റെ നാമമാണ്, ആ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന തിരുവചന ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പ്രസംഗം ആരംഭിച്ചത്. അപ്പോൾ അച്ഛന് ഓരോ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. ആളുകൾ നല്ല ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസ്, എനിക്ക് നല്ല സന്തോഷം.
കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ, ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അച്ഛൻ മൈക്ക് താഴെ വെച്ചു. യു ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അതായത് ട്രാൻസ്ലേഷനില്ല, നിങ്ങളങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നോട് പതുക്കെ ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിത് പറയുമ്പോൾ തന്നെ ഇവർ ചിരിക്കുന്നു, ഇവർ കൈയടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതവർക്ക്, ഈ കേൾക്കുന്ന ആളുകൾക്ക് അവർക്കറിയാത്ത ഭാഷയാണെങ്കിലും അവർക്കത് മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞു, ഇത് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളല്ല, കോളി എന്ന് പറഞ്ഞ ഒരു ജാതിയിൽപ്പെട്ട, അതായത് മീൻപിടുത്തം നടത്താൻ കടലിലും കായലിലൊക്കെ മീൻ പിടിക്കുകയും മീൻ വിൽക്കാൻ പോകുന്ന ആളുകളാണ്. വളരെ പാവപ്പെട്ട ആളുകളാണ്. ഇവർക്ക് ഈ കൊങ്കണി ഭാഷയും പിന്നെ കുറച്ച് കന്നഡ ഭാഷയെ അറിയുള്ളൂ, അല്ലാതെ ഇംഗ്ലീഷ് തുണ്ടുമുറി പോലും അറിയാത്ത ആളുകളാണ് ഇരിക്കുന്നത്. അച്ഛൻ ഇത്രയും ധൈര്യം പറഞ്ഞപ്പോൾ ഞാനങ്ങ് പ്രസംഗം തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കണ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു, അവരെഴുന്നേറ്റ് നിൽക്കുന്നു, ഇരിക്കാൻ പറയുന്നു, അവരിയ്ക്കുന്നു, കൈയടിക്കാൻ പറയുന്നു, കൈയടിക്കുന്നു. എനിക്കൊരു ഉറപ്പ് വേണമല്ലോ, ഈ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടണമല്ലോ. മാത്രമല്ല, അത് കഴിഞ്ഞ സമയത്ത് ഞാൻ അവസാനം ഈ മുടന്തനായ മനുഷ്യനെ സൗഖ്യം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് അതുവരെ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്ന ഞാൻ അവസാനമായപ്പോൾ അത് മലയാളത്തിൽ പറഞ്ഞു. ആ മലയാളത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ശാരീരിക രോഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർ മുന്നോട്ട് കയറി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ഹാളിലിരുന്ന മുഴുവൻ ആളുകളും ഓൾട്ടറിന് മുമ്പിൽ വന്ന് നിന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാവുന്ന ഭാഷയിൽ പറയുന്നു, കേൾക്കുന്ന അവരവരുടെ ഭാഷയിൽ മനസ്സിലാവും. ഇതുപോലെ മറ്റൊരു അനുഭവം കൊളംബോയിലല്ല, കാൻഡി എന്ന് പറഞ്ഞ ശ്രീലങ്കയിലെ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം കൊളംബോയിലായിരുന്നു ആദ്യ യോഗങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറേ അങ്ങ് മാറി ഏകദേശം ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. അവിടെ ഇതുപോലെ സുവിശേഷ യോഗം നടക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ സിൻഹള എന്ന ഭാഷയാണ്, സിൻഹളീസ് ഭാഷയാണ് അവരുടെ ഭാഷ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. അത് അവിടുത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്ന അവിടുത്തെ അച്ഛൻ, കാൻഡി രൂപതയിലെ ഡയറക്ടർ അച്ഛൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് അച്ഛൻ ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ നിർത്തി. അപ്പോൾ ട്രാൻസ്ലേഷൻ നിർത്തിയ സമയത്ത് ഞാൻ നോക്കി. അപ്പോൾ അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ട്രാൻസ്ലേഷൻ ഇല്ലാതെ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, വെറുതെ റിപ്പീറ്റ് ചെയ്ത് സമയം കളയേണ്ട. അപ്പോൾ 40 മിനിറ്റാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു 70 മിനിറ്റ് 80 മിനിറ്റ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അവർക്കൊക്കെ വീട്ടിൽ പോകുന്നത്. ആ സമയത്താണെങ്കിൽ LTTEയുടെയൊക്കെ വലിയ പ്രശ്നവും ഇടയ്ക്കിടയ്ക്ക് അവിടെ ബോംബ് പൊട്ടലും പ്രശ്നങ്ങളുള്ള സമയം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് യു ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് അച്ഛനും അവിടെ മൈക്ക് വെച്ച് പോയി. അങ്ങനെ ഞാൻ അത് അവിടെ പ്രസംഗിച്ചു. ഈ പറഞ്ഞ അനുഭവം തന്നെ അപ്പോഴും അവിടെ ഉണ്ടായി. ഞാൻ പ്രസംഗിക്കുന്നു, അവർ കൈയടിക്കുന്നു, ചിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവസാനം അവർ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു. അവർക്കത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. പറയുന്നതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് പറയുന്നത്, അവരുടെ ഭാഷ സിൻഹളീസാണ്. ആ സിൻഹള ഭാഷയിൽ അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ കൈയടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് വേളാങ്കണ്ണി പള്ളിയിലെ അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ എല്ലാ മാസവും ധ്യാനത്തിൽ പ്രസംഗിക്കാനായിട്ട് പോകാറുണ്ട്. അവിടെ ഇംഗ്ലീഷിലും വിവിധ ഭാഷകളിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലാണ് ഉള്ള ധ്യാനങ്ങളിലാണ് പങ്കെടുക്കാറ്. ഒരു പ്രാവശ്യം എന്നെ അവിടുത്തെ തമിഴ് ഗ്രൂപ്പുകാർ തമിഴിൽ പ്രസംഗിക്കാൻ വിളിച്ചു. ആ വിളിച്ച സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞാൽ മതി, കുറച്ച് മലയാളം അവർക്ക് മനസ്സിലാവും, പക്ഷേ അതേസമയം ട്രാൻസ്ലേറ്ററെ വയ്ക്കാമെന്ന് പറഞ്ഞു. ആ ട്രാൻസ്ലേറ്ററെ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റർ പറഞ്ഞു, ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് 2008 ഈ തമിഴ് പ്രശ്നം ഉണ്ടായത്. അതിനുശേഷം ഈ 16 കൊല്ലമായിട്ട് എല്ലാ മാസവും ഞാൻ വേളാങ്കണ്ണിയിൽ ഈ തമിഴ് ധ്യാനത്തിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ആ തമിഴ് ധ്യാനത്തിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഏക ആൾ ഞാനാണ്. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നത് അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വേറെ മലയാളത്തിലെ ആളുകൾ പ്രസംഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിൽ പറയുന്നു, പത്രോസ് പ്രസംഗിച്ചപ്പോൾ 16 വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്ക് അവർക്ക് താങ്കളുടെ ഭാഷകളിൽ അത് മനസ്സിലായെങ്കിൽ അതുപോലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓക്കെ.
നമ്മൾ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് 9-16 1 Corinthians chapter 9 verse 16 ഇങ്ങനെയാണ് തിരുവചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ചേർന്ന് പറഞ്ഞേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ദുരിതം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ആരും മിണ്ടുന്നില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പോൾ എനിക്ക് ദുരിതം ഉണ്ടാവേണ്ട കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? സുവിശേഷം പ്രസംഗിക്കാത്തതുകൊണ്ട്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. അപ്പോൾ സുവിശേഷം നമ്മൾക്ക് ജീവിതത്തിൽ ദുരിതവും കഷ്ടപ്പാടും പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? എന്താ കാരണം? സുവിശേഷം പ്രസംഗിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സുവിശേഷം പങ്കുവെക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. എന്താണ് തീരുമാനം? ഞാനൊരു സുവിശേഷകനാകും. പറഞ്ഞേ, ഞാനൊരു സുവിശേഷകനാകും. ഒന്നും കൂടെ പറഞ്ഞേ, അടുത്തിരിക്കാനോട് പറഞ്ഞേ, നീ ഒരു സുവിശേഷകനാകണം എന്ന് പറഞ്ഞേ. നീ ആരായി മാറണം? നീ ഒരു സുവിശേഷകനായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ബിസിനസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി ആൻ്റണി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ പാർട്ട്ണറായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 300ഓളം ആളുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സമയത്താണ് ബെന്നിച്ച് നടത്തിയ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. പങ്കെടുക്കാൻ വന്ന സമയത്ത് അന്ന് ആ ഗ്രൂപ്പിൽ പ്രസംഗിച്ചിരുന്ന ഒരു വ്യക്തി എഫെസോസ് ലേഖനത്തിൽ ആത്മീയ സമരം എന്ന് പറഞ്ഞ തിരുവചന ഭാഗങ്ങൾ പ്രസംഗിക്കുകയും അത് കേൾക്കുകയും ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ ഇത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കിടന്നു. ഞാനാണെങ്കിൽ ഇക്കണോമിക്സിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സൈക്കോളജിയിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റിലൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ ചെയ്തിട്ടുള്ളതാണ്. ഉന്നതമായ പലവിധ കോഴ്സുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ധ്യാനമൊക്കെ കൂടുന്നത്. ഈ സമയത്ത് ഈ സുവിശേഷം പ്രഘോഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ സമയത്ത് ആദ്യം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു. ഒരു 3 കൊല്ലത്തോളം 2000 ആയ സമയത്ത് ഒരു തീരുമാനത്തിലെത്തി, ഇനി ബിസിനസ്സൊന്നും ചെയ്യുന്നില്ല, മുഴുവൻ സമയം സുവിശേഷ പ്രഘോഷകനാകാൻ തീരുമാനിച്ചു. എൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും മുഴുവനും പറഞ്ഞു, ഇവന് ധ്യാനത്തിന് പോയി ബൈബിൾ വായിച്ച് ഇവന് തലയ്ക്ക് വട്ടായി, ഇവന് ഭക്തിപ്രാന്താന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുവരെ വേറെ തരം ഭ്രാന്തുകളെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് പുതിയൊരു ഭ്രാന്തിനെ കുറിച്ച് കേൾക്കണം. എന്ത് ഭ്രാന്താ? ഭക്തിപ്രാന്താന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ചു. എൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ ഞാൻ പിൻവാങ്ങി. സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ഒരു ജീവിത നിലവാരം പുലർത്തുവാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എങ്കിലും ദൈവകൃപയാൽ അതിനൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചു. കുറേ നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ കേട്ടെങ്കിലും സുവിശേഷ പ്രഘോഷണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ 27 വർഷമായി യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുവാൻ, അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിന് 1-ാം സ്ഥാനം കൊടുക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. എൻ്റെ കുടുംബവും എന്നോടൊപ്പം ഈ യാത്രയിൽ എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തു. മാത്രമല്ല, ആദ്യ കാലഘട്ടങ്ങളിൽ എന്നെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത ആളുകൾ കുറേ നാളുകൾ കഴിഞ്ഞ സമയത്ത് അവരിലും വലിയ മാറ്റങ്ങളുണ്ടാവുകയും വ്യക്തിപരമായി എന്നെ
അംഗീകരിക്കുവാനും എന്നെ മനസ്സിലാക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും സുവിശേഷകരാകുവാനും സുവിശേഷ വേല ചെയ്യുവാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലപ്പോഴും ഭൗതികമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് വീട്, ജോലി, വരുമാനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, രോഗങ്ങൾക്ക് ചികിത്സ, ഇതിനൊക്കെ പണം ആവശ്യമാണ്. ഭൗതികമായ ആവശ്യങ്ങളുണ്ട്. ഈ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉത്സുകരായിരിക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ആത്മീയമായ ഒരു യാത്രയോടൊപ്പം പങ്കുചേരുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾ ക്ക് വേണ്ടി പ്രത്യേകമായ പരിശ്രമമൊന്നും ഇല്ലെങ്കിൽ പോലും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശുശ്രൂഷ ജീവിതത്തിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുകയും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളും അതിനോടൊപ്പം ക്രമീകരിക്കപ്പെടുന്നു. ഇതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം. എൻ്റെ മക്കൾ പഠന നിലവാരത്തിൽ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതകൾ നേടുന്നതിനും അവർക്ക് 3 പേർക്കും നല്ല തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാനും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ സുസ്ഥിരത, അവർക്ക് അവരുടേതായിട്ടുള്ള സുസ്ഥിരമായ മാർഗത്തിൽ ദൈവം അവരെ ഉറപ്പിച്ച് നിർത്തി. അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ സാമ്പത്തികമായ ആവശ്യങ്ങളും ദൈവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത് കൃത്യമായിട്ടത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ആവശ്യത്തിനുള്ള കാശൊക്കെ ദൈവം മോളിൽ നിന്ന് പൊതിയിലാക്കി ഇട്ട് തരികയാണോ? അങ്ങനത്തെ മണ്ടത്തരത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് എപ്പോഴെല്ലാം സാമ്പത്തികമായ ആവശ്യങ്ങൾ വരുന്നു, ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള വഴികൾ ദൈവം തുറന്നു തരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ സമയം വന്ന സമയത്ത് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ 10,000 രൂപയ്ക്ക് സെൻറ്റിന് വാങ്ങിയ ഒരു ഭൂമി, ഒരു സെൻറ്റിന് 10,000 രൂപ വീതം വാങ്ങിയ ഭൂമി, അത് സെൻറ്റിന് 3.5 ലക്ഷം രൂപയ്ക്ക് ഒരാൾ വന്ന് ചോദിക്കുകയും അത് വിറ്റ് കാശാക്കാൻ സാധിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ, ആ സമയത്ത് വന്ന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു. ഇതുപോലെ തന്നെ വേറൊരു ഭൂമി വെറും 43,000 രൂപയ്ക്ക് വാങ്ങിയ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് കുറേ നാൾ വാങ്ങിയ ഉടനെയല്ല, നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും 30 ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാനായിട്ട് സാധിച്ചു. എപ്പോഴെല്ലാം എനിക്ക് കാശിന് ആവശ്യം വരുമ്പോൾ ഞാൻ പണ്ട് കാലത്ത് ചെയ്ത ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതൊക്കെ 100 ഇരട്ടിയോ 200 ഇരട്ടിയോ ഒക്കെ കൂടുതൽ വിലയ്ക്ക് ഞാൻ അന്വേഷിച്ച് പോകാതെ അതൊക്കെ വാങ്ങാനുള്ള ആളുകൾ കാശും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്ന് അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി എൻ്റെ എല്ലാ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഈ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറപ്പെടുക മാത്രമല്ല, ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാക്കി ദൈവം എന്നെ മാറ്റി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ വർഷവും ഇൻകം ടാക്സിന് റിട്ടേൺ കൊടുക്കുക, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാക്കി എന്നെ മാറ്റി. ആദായ നികുതി കൊടുക്കുന്ന, സാധാരണഗതിയിൽ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളൊക്കെ എന്നും പ്രാരാബ്ധം, പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ എന്നെ സാമ്പത്തിക മേഖലയിൽ ദൈവം വലിയ കരുതൽ നടത്തി എന്നെ ഇന്നും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ പറഞ്ഞു വന്നത് കൊറിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യമാണ്. എന്തായിരുന്നു പറഞ്ഞത്? എവിടെ നമ്മൾ തുടങ്ങിയത്? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക്, ബാക്കി പറഞ്ഞേ, എനിക്ക് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ദുരിതത്തിൻ്റെ മുഴുവൻ കാരണം നീ സുവിശേഷം പ്രസംഗിക്കാൻ. നീ എന്ന് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങുന്നോ നീ അന്ന് നിൻ്റെ ദുരിതക്കയത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നൊക്കെ. ഈ 17, 18, 19 ദിവസങ്ങളിൽ നടക്കുന്ന ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ലഭിക്കും. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ
പൗലോസ്ലീഹ എഫെസോസിലെ സുവിശേഷ പ്രഘോഷകരായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു ഉപദേശം നൽകുകയാണ്. എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉപദേശം. 11-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: അവൻ ചിലർക്ക് അപ്പൊസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റും ആകുവാൻ വരം നൽകി. ചേർന്ന് പറഞ്ഞേ, അവൻ ചിലർക്ക്, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, അവൻ ചിലർക്ക് അപ്പൊസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകുവാൻ വരം നൽകി. നമ്മളത് ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ ദ 5 ഓഫീസസ് ഓഫ് ദ ചർച്ച് എന്നാണ് പറയുന്നത്, അല്ലെ 5 ഫോൾഡ് മിനിസ്ട്രി എന്നൊക്കെയാണ് ഈ സുവിശേഷ വചന ഭാഗത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നു, ഒരു സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന ആളുകളെ 5 തരത്തിൽ ക്രമീകരിച്ചിരുന്നു. ഒന്നാമതായി അപ്പൊസ്തോലന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊസ്തോലന്മാരെ തിരഞ്ഞെടുത്തു എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് പണ്ടുണ്ടായിരുന്ന അപ്പൊസ്തോലന്മാരെ കുറിച്ചുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്. യേശു സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു, സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് 5 അപ്പം വിഭജിച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ 5000-ൽ പരം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. 7 അപ്പം വിഭജിച്ച് കൊടുക്കുന്ന സമയത്ത് 4000-ലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. യേശു പലപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുകയും അവിടെ രോഗശാന്തിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ എഴുതിയാണ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, എണ്ണി തീർക്കാൻ പറ്റാത്തത്ര ജനമുണ്ട്. അതായത് വലിയ ജനക്കൂട്ടം അവിടെ യേശു എവിടെയെല്ലാം കടന്നു വരുന്നു അവിടെയെല്ലാം കടന്നു വരുന്നു. അതേസമയം നമ്മൾ കാണുന്നു, യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് സമയത്ത് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, യേശുവിൻ്റെ സ്വർഗാരോഹണം കണ്ടത് 500ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ 120 പേരാണ് മാർക്കോസിൻ്റെ മാളിക മുകളിൽ അപ്പൊസ്തലന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി തീർക്കാൻ പറ്റാത്ത ജനക്കൂട്ടം 5000 ആൾ, 4000 ആൾ, 500 ആൾ, 120 ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്നു? യേശു സുവിശേഷം അറിയിക്കാൻ 2 പേരായിട്ട് അയക്കുന്നു. അപ്പോൾ എത്ര പേരുണ്ട്? 72 പേരെയാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന എന്താണ്? 12 അപ്പൊസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ പറയുകയാണെങ്കിൽ 5000-ൽ തുടങ്ങി 4000-ലേക്ക് കുറഞ്ഞു വന്നു, 500-ലേക്ക് കുറഞ്ഞു വന്നു, പിന്നെ 120-ലേക്ക് കുറഞ്ഞു വരുന്നു, പിന്നെ 72-ലേക്ക് കുറഞ്ഞു വരുന്നു, പിന്നെ 12-ലേക്ക് കുറഞ്ഞു വരുന്നു. ഇതിങ്ങനെ കുറഞ്ഞു വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തൻ്റെ അപ്പൊസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 12 പേരെയാണ് തിരഞ്ഞെടുത്തത്. ഈ അപ്പൊസ്തോല ഗണത്തിൻ്റെ ഇന്നത്തെ പിന്തുടർച്ചയാണ് മാർപ്പാപ്പയും കർദിനാൾമാരും ബിഷപ്പുമാരും വൈദികരുൾപ്പെടെയുള്ള ദിവ്യബലി അർപ്പിക്കുന്ന സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെല്ലാം ഈ അപ്പൊസ്തലന്മാരുടെ പിന്തുടർച്ച അവകാശികളും ഈ പിന്തുടർച്ച ഗണത്തിൽപ്പെട്ട ആളുകളാണ്. ഞാനിതെടുത്ത് പറഞ്ഞത്, ചില ആളുകൾ കത്തോലിക്ക സഭയിലൊക്കെ വരും, കരിസ്മാറ്റിക് പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും. കുറേ നാൾ കഴിയുമ്പോൾ അവർ സഭ വിട്ട് പോയി വേറെ സഭകളിൽ ചേരുകയും പിന്നെ സ്വന്തം സഭ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരം മണ്ടത്തരങ്ങളിൽ ചെന്ന് പെടുന്നത്. ഇവിടെ പറയുന്നു, ആദ്യം അവൻ അപ്പൊസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഇത് കഴിഞ്ഞ് പറയുന്നു, രണ്ടാമത് പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. നമുക്ക് പ്രവാചകന്മാരെന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവരാണ് പ്രവാചകരെന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മുടെ ഒരു സാധാരണ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചിന്തയാണ്. സുവിശേഷത്തിൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റുകളെ വിമർശിക്കുവാൻ ധൈര്യമുള്ള ആളുകളെയാണ് സഭയിൽ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, ദാവീദ് രാജാവ് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് ചെന്ന്, രാജാവിൻ്റെ അടുത്ത് ചെന്ന്, നീ ചെയ്ത തെറ്റാണെന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ
നാഥാൻ്റെ തല കഴുത്തിന് മുകളിൽ കാണത്തില്ല. അതുകൊണ്ട് നാഥാൻ ചെന്നൊരു കഥയാണ് പറഞ്ഞത്. ഒരുവന് 100 ആടുകളുണ്ടായിരുന്നു, ഒരുവന് ഒരു പെണ്ണാട് മാത്രമുണ്ടായിരുന്നു. 100 ആടുകളുടെ ഉള്ള ഇടത്തേക്ക് ഒരു വിരുന്നുകാരൻ വരുന്നു. ആ വിരുന്നുകാരൻ വന്ന സമയത്ത് 100 ആടുള്ളവൻ ഈ ഒരു പെണ്ണാട് മാത്രം ഉണ്ടായിരുന്നവൻ്റെ ആടിനെ പിടിച്ച് കൊന്ന് ഭക്ഷണം ഉണ്ടാക്കി അവന് കൊടുത്തു. ഇത് ന്യായമാണോ എന്ന് ദാവീദിനോട് ചോദിച്ചു. ദാവീദ് ഉടനെ പറഞ്ഞു, അത് ചെയ്തവനെ കൊല്ലണമെന്ന്. അത് പറഞ്ഞ വഴിക്ക് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ മനുഷ്യൻ നീ തന്നെ. അത് പറഞ്ഞ വഴിക്ക് തന്നെ ദാവീദിന് കാര്യം മനസ്സിലായി. ദാവീദ് നാഥാനോട് തൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞു. ദാവീദ് സങ്കീർത്തനം 51 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ജെറമ്യാ പ്രവാചകൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരെയൊക്കെ വെല്ലുവിളിക്കുകയും തെറ്റായിട്ട് പറയുകയും ചെയ്തതുകൊണ്ട് തന്നെ ജെറമ്യയെ പൊട്ടക്കിണറ്റിലിടുന്നു, കിണറ്റിലിറക്കുന്നു, പട്ടിണിക്കിടുന്നു, പ്രയാസങ്ങളുണ്ടാകുന്നു. ഏലിയ പ്രവാചകൻ ആഹാബിന് നേരെ വിമർശനം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസബെല്ലും ആഹാബും കൂടെ ഏലിയ പ്രവാചകനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒളിവിൽ ചെന്നിരിക്കേണ്ടി വരുന്നു. പക്ഷേ ഒളിവിൽ ചെന്നിരുന്നെങ്കിലും കാക്ക കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിലും ഏലിയ പ്രവാചകന് ഭക്ഷണം സമൃദ്ധമായി ലഭിക്കുന്നു. അല്ലെങ്കിൽ പ്രതികൂലങ്ങളിൽ നിന്നിട്ടാണെങ്കിൽ പോലും തെറ്റിനെ തെറ്റാണെന്നും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന തെറ്റിനെ തെറ്റായി കണ്ട് അതിനെ തിരുത്തണമെന്ന ഉദ്ദേശത്തോടെ, വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള വിമർശനമല്ല, ശരിയായ ദൈവഹിതമനുസരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തോടു കൂടി അതിനെ നേർവഴിയിലേക്ക് ദിശാബോധത്തിലൂടെ നയിക്കുന്ന ആളുകളെയാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. 3ാമത് സുവിശേഷ പ്രഘോഷകന്മാരെ, 4ാമത് ഇടയന്മാരെയും 5ാമത് പ്രബോധകരെയും നൽകി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും എല്ലാ പണിക്കും വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലികൾ, ഇപ്പോൾ ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ജീസനും ജോബിയും സ്റ്റെല്ലയും ടീമങ്ങളെല്ലാവരും ചേർന്ന് നല്ല മനോഹരമായിട്ട് പാട്ടുകൾ പാടുന്നു. ആ പാട്ട് പാടുന്ന ആളുകളെ വിളിച്ച് നാളെ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷെ പാട്ട് പാടുന്ന ഒരു പ്രൊഫഷണൽ എക്സലൻസിൽ ഒരുപക്ഷെ പ്രസംഗിക്കാൻ ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്, എൻ്റെ അടുത്ത് പോയി നാളെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടിയേക്കാം, പക്ഷെ കേൾക്കുന്ന ആളുകൾ അത് കേട്ടിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു വിളി ലഭിച്ചിട്ടുണ്ട്. ദൈവവേലയിൽ കടന്നു വരുന്ന സമയത്ത് ഒരു കോൾ വിതിൻ ദ കോൾ എന്നൊക്കെ പറയും. നമ്മൾ ഒരു ദൈവവേല ചെയ്യാനായിട്ട് കടന്നു വരുന്നു. ഇപ്പോൾ ഇവിടെ ഒരുപാട് സഹോദരികളും സഹോദരന്മാരും യൂണിഫോമൊക്കെ ഇട്ട് ഇവിടെ വളണ്ടിയേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അതിനകത്തുള്ള ആളുകൾ, ഇങ്ങനെ കടന്നു വന്ന ആളുകൾ പിന്നീട് പലരും വചനപ്രഘോഷകരായി മാറി, അല്ലെങ്കിൽ പലരും കൗൺസിലേഴ്സായിട്ട് മാറി, അല്ലെങ്കിൽ പലരും മറ്റു തരത്തിലുള്ള ശുശ്രൂഷകളായി മാറി. ഇത് സഭയിൽ ഒരു അച്ചടക്കം ഉണ്ടാകുന്നതിനും സുവിശേഷ വേലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷ പ്രഘോഷകന്മാരെയും ഇടയന്മാരെയും പ്രബോധകന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു 5-fold മിനിസ്ട്രി സഭയിൽ ക്രമീകരിച്ചു. ആത്മീയമായും ഭൗതികമായ നന്മകളെല്ലാം കടന്നു വരികയും അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.